പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു. എന്നിട്ട് പാർട്ടിക്ക് വേണ്ടി സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയാണ്, എന്നിട്ട് അതിനെ പണം ചെലവാക്കുകയാണ്. മറ്റൊന്ന് താങ്കൾ ചോദിച്ചു, ഇതിപ്പോ തുടർ ഭരണം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന്. തുടർ ഭരണം എന്ന് പറയണം, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഓഡിയോ ആണ് ഇന്നലെ പുറത്തു വന്നത്. മാത്രമല്ല UDF-ന്റെ കാലത്തേക്ക് തിരിച്ചു പോകണോ, UDF-ന്റെ കാലത്ത് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തടഞ്ഞത് എന്നുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജനങ്ങളെ സമീപിക്കാൻ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്, അല്ലാതെ ഒന്നുമല്ല. രാഷ്ട്രീയമല്ലേ മോനെ, ഞങ്ങള് കളിക്കുന്ന കളിയൊന്നും നിനക്ക് മനസ്സിലാവില്ല. സാമൂഹ്യ സന്നദ്ധ സേവനത്തിന് സന്നദ്ധമായ ചെറുപ്പക്കാരികളെയും രജിസ്റ്റർ ചെയ്തതിനു വേണ്ടിയാണ് സേന. ആ സേന എത്ര കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു? അതേ സേന തന്നെയാണ് ഇക്കാര്യം ചെയ്യുന്നത്. ആ സേനക്കകത്ത് അംഗങ്ങൾ ചേരണമെന്ന് പറയാൻ എല്ലാ പാർട്ടിക്കും അധികാരമില്ലേ? കോൺഗ്രസിന് അധികാരമുണ്ട്, BJP-ക്ക് അധികാരമുണ്ട്, ലീഗിന് അധികാരമുണ്ട്, CPM-ന് അധികാരമുണ്ട്. അതിൽ ചേരുന്ന തെറ്റാണ് എന്ന് നിങ്ങൾ എന്ത് വെച്ചാ വ്യാഖ്യാനിക്കുന്നത്? അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? സമൂഹത്തെ സേവിക്കാൻ പ്രത്യേകിച്ച് പ്രതിഫലം ഇച്ഛിക്കാതെ ഞാൻ സന്നദ്ധമാണ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗവൺമെന്റാണ്. അങ്ങ് പറഞ്ഞ സേനയല്ല സാർ ഈ സർവേ നടത്തുന്നത്. അങ്ങ് പറഞ്ഞ സേനയല്ല, ഈ സേന CPM-ന്റെ സേനയാണ്, ഇത് ഇടതുപക്ഷത്തിന്റെ സേനയാണ് ഈ സർവേ നടത്തുന്നത്. അത് തന്നെയാണ് പ്രശ്നം. അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്റെ ഒരു ദൗർബല്യാണ്. നിങ്ങൾ അനാവശ്യം പറയരുത്, നിങ്ങൾ അനാവശ്യം പറയരുത്. അതിനുവേണ്ടി ഇടയൊക്കെ പോർട്ടലിൽ വരുന്ന പറയും. അല്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയ പോർട്ടലല്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയ പോർട്ടലല്ല അത്. അതിപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന അതിനു വേണ്ടിയായിരിക്കും. നിങ്ങൾക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും പറയരുത്. 2020 GO നമ്പർ 11/2020 GAD ഉണ്ടാക്കിയിരിക്കുന്ന പോർട്ടലാണിത്. ഇതിൽ സാമൂഹ്യ സേവന താല്പര്യമായിട്ടുള്ള ആർക്കും ചേരാം. DYFക്ക് ചേരാം, യൂത്ത് കോൺഗ്രസിന് ചേരാം, യുവമോർച്ചയ്ക്ക് ചേരാം, ആർക്കും ചേരാം. അപ്പോ ഈ സർക്കാരിന്റെ ഈ സർവേയിൽ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടോ, BJP-ക്കാരുണ്ടോ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടോ? ഇപ്പൊ സർക്കാർ ഇപ്പൊ നടത്തുന്ന നവകേരള സർവേയിൽ അവരുണ്ടോ? അവരുടെ കുറ്റം. ഇതൊക്കെ സ്ഥിരം നമ്പരാ. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. നൂറുകണക്കിന് ആളുകളുണ്ട്. അല്ല, മറ്റു പാർട്ടിക്കാരുണ്ടോ? ആ നിങ്ങൾ പേര് പരിശോധിച്ച് നോക്കൂ. ആരെങ്കിലും ചേർന്നില്ല. ഞാൻ ചോദിക്കുന്നത് CPM-ന് വേണ്ടി ഉണ്ടാക്കിയ പോർട്ടലല്ല ഇത്. വ്യക്തമായിട്ട് ഇതിന് ഉത്തരവിൽ പറയുന്നുണ്ട്. സന്നദ്ധ സേവനം ആഗ്രഹിക്കുന്ന ഏതൊരു ചെറുപ്പക്കാർക്കും ഇതിൽ ചേരാം. കോഴിശ്ശേരി തറവാട്ടിൽ അവനൊന്ന് കേറി നോക്കട്ടെ, അപ്പൊ കാണാൻ കയ്യിന്റെ ബലം. കാര്യം എന്താണെന്ന് ചെയ്യും. അല്ല, ആ പോർട്ടൽ വഴിയാണ് സന്നദ്ധ പ്രവർത്തകരെങ്കിൽ അതിൽ CPM-കാർ മാത്രം പോരല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോ CPM-ന് വേണ്ടിയുള്ള പോർട്ടലായി അത് മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത് നിങ്ങൾ പറയണം. ഇതാ കോൺഗ്രസിന്റെ അണികളല്ലേ ഈ സർവേ നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കൂ. അത് കോൺഗ്രസ്സുകാരനാണ്, ഇത് BJP-ക്കാരനാണ്, സർക്കാരിന്റെ തുടർ ഭരണത്തിന് വേണ്ടി അവരാണ് ഈ പ്രചാരണം നടത്തുന്നത് എന്ന് പറയൂ. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. എന്തെങ്കിലും ഒന്ന് പറയണ. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഒച്ചത്തിലെങ്കിൽ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയേക്കാം. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞ അതിനകത്ത് ആയിരക്കണക്കിന് മറ്റു പാർട്ടിക്കാരുണ്ട്, ഒരു പാർട്ടി ഇല്ലാത്തവരുണ്ട്. ആ പോർട്ടൽ ഇന്നലെയോ തുടങ്ങിയതല്ല, 2020 തുടങ്ങിയതാണ്. അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ആ കണക്കുകൾ പുറത്തു പറഞ്ഞാൽ 1 2 3 4 5 കണക്കുകളൊക്കെയാണ് റിപ്പോർട്ടുകളായിട്ട് വരുന്നത്. അപ്പൊ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്കുക. അതിലേക്ക് പോയാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. മനോരമക്കാരൻ ഞങ്ങളെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടാ. മനോരമക്കാരൻ ഞങ്ങളെ പേടിപ്പിക്കുന്നുമുണ്ട. ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല. ഇതിപ്പോ മറ്റ് വികസന പ്രവർത്തികളൊക്കെ തടയുന്ന പോലെ ഈ സർവേയും തടയാൻ കഴിയുമെന്ന് കോൺഗ്രസിന് വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശ്വസിക്കാവുന്ന. അപ്പോ ഇത് സുപ്രീം കോടതിയെ സമീപിച്ച് എന്താണ്? ഇതിപ്പോ നികുതി പണം എടുത്ത് 20 കോടി ഇതിനുവേണ്ടി ചെലവഴിക്കുന്നു, വീണ്ടും സുപ്രീം കോടതിയിൽ പോകുമ്പോൾ വീണ്ടും നികുതി പണം എടുക്കുന്നു. ആ ദൗത്യത്തിന് പിന്നിൽ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയുന്നത് അല്ല സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ അഴിമതി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സുപ്രീം കോടതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനമൊന്നും അല്ലല്ലോ, അത് ഒരു പൊതു സ്ഥാപനമല്ലേ. ആ സ്ഥാപനത്തിൽ കേരള ഗവൺമെന്റ് പോകാൻ അധികാരമില്ലേ? ഇല്ല, നിങ്ങൾ മനോരമക്കാരൻ തീരുമാനിച്ചാല് അധികാരമില്ല എന്നല്ല പറഞ്ഞത്. ഇതിപ്പോ നികുതി പണം വീണ്ടും വീണ്ടും ചെലവാക്കിക്കൊണ്ടിരിക്കണം. ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ് അശൂലം. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. കേരളത്തിലെ പണം ചെലവാക്കാൻ തീരുമാനിച്ച ഞങ്ങളെയാണല്ലോ, കേരളത്തിലെ ജനങ്ങൾ, നിങ്ങളെയല്ലോ. ഇങ്ങനെ ചെലവാക്കാനാണോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ന്യായമായി ചെയ്യുന്ന ഒരു കാര്യം ഹൈക്കോടതിയിൽ ഇപ്പോ വിലക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ കേരളത്തിലെ കാര്യം തീരുമാനിക്കാൻ നിങ്ങളാരാ? അതിന് തീരുമാനിച്ചല്ലേ ഗവൺമെന്റ്, അത് തീരുമാനിച്ചല്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്തല്ലേ ഈ മന്ത്രിസഭ, അല്ല ഓർഡറിലേക്ക് വന്നൊന്നുമല്ലല്ലോ. നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ. പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി തീരുന്നത് വരെ നമുക്ക് ഭരിക്കാം. 85 ലക്ഷം വീടുകൾ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കൂട്ടം സഖാക്കളെ കൊണ്ട് തുടങ്ങിച്ച സർവേ ആണ്. 6 ലക്ഷം വീടുകളിൽ സർവേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് BJP-ക്കാരുണ്ടായിട്ടുണ്ടാവുമെന്നുള്ള കാര്യത്തിനകത്ത് വലിയ സംശയമൊന്നുമില്ല. മറ്റു പാർട്ടിക്കാർ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം
ഈ സഖാക്കള് വീട് കയറി സർവേ നടത്തി കഴിയുമ്പോഴാണ് തങ്ങളുടെ സർക്കാരിനെ കുറിച്ചിട്ടും തങ്ങളുടെ ഭരണത്തിനെ കുറിച്ചിട്ടും ഇത്രയും മോശമായ അഭിപ്രായമാണ് നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ജന്മത്തെ നന്നാവില്ല. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് ഈ പറയുന്ന ഒരു സർവേ അവർ ആരംഭിച്ചത്. 2031 എങ്ങനെ വികസനം ഉണ്ടാകണം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു സർവേ ആരംഭിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് അതിനകത്ത് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഇറങ്ങിപ്പോകാൻ സമയത്തല്ലല്ലോ 5 വർഷത്തെ പദ്ധതി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കേണ്ടത്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. 2020 മുതൽ നിലനിൽക്കുന്ന ഒരു ടീമാണ് ഇത് തീർച്ചയായിട്ടും. അപ്പൊ 2021 ഈ സർക്കാർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ മാസങ്ങളിലോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തിനകത്തോ അല്ല ഇങ്ങനെ ഒരു സർവേ നടത്തേണ്ടുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം എന്താണ് എന്ന് മനസ്സിലാക്കി ആ വികസനത്തിനനുസരിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി 2026 ആകുമ്പോഴേക്കും ആ പദ്ധതികളെല്ലാം ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2021 ആരംഭത്തിലല്ലേ ഉണ്ടാകേണ്ടത്. അല്ലാണ്ട് 2026 ഈ സർക്കാർ ഇറങ്ങി പോകാൻ സമയത്ത് ഇങ്ങനെ ഒരു സർവേ ടീം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇപ്പം മനസ്സിലായി. എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കണം. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇനി അദ്ദേഹം തന്നെ പറയുകയാണ് എന്താണ് CPM-ന്റെ സർക്കാർ തുടരേണ്ടുന്നതുണ്ട്. അപ്പൊ അത് തുടരാൻ വേണ്ടിയിട്ട് പറയാനുള്ള അവകാശം ഈ സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ ആ അവകാശം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറയുകയാണ് ഈ പറയുന്ന സേവന പോർട്ടൽ എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉള്ളതാണ്, അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരെ മണ്ടന്മാരാണെന്നാണോ പ്രകാശ് മാഷ് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണ്, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് ഈ സർക്കാർ CPM-ന്റെ ഗവൺമെന്റ് തുടരേണ്ടുന്നതുണ്ട് എന്ന് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരിപ്പോ നമ്മുടെ MA ബേബി ഉൾപ്പെടെയുള്ള ആൾക്കാർ വീടുകളിൽ കയറാനും പാത്രം കഴുകാനും ഒക്കെ പോയ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അമ്പേ ഫ്ലോപ്പാണ്. CPM-ന്റെ ഈ ഗൃഹസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് അമ്പേ ഫ്ലോപ്പാണ്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. താഴെത്തട്ടിൽ സഖാക്കൾ ആരും തന്നെ ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. അവർ ഈ പറയുന്ന സമ്പർക്ക പരിപാടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. കാരണം അവർക്കറിയാം വീടുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കേൾക്കുന്നത് നല്ല തെറിയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നല്ല ധാരണ താഴെത്തട്ടിലുള്ള സഖാക്കൾക്കുണ്ട്. സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. അതിനെന്ത് ചെയ്യുന്നു, അവര് സർക്കാരിന്റെ തന്നെ പൈസ എടുത്തിട്ട് ഏതാണ്ട് 10-20 കോടി രൂപ 20 കോടി രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മണ്ഡലത്തിലേക്ക് 140 മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിലേക്ക് മാസം ഒരു 10-30,000 രൂപ സാലറി കൊടുത്ത് ഫുൾ ടൈമർമാരെ ഒരു 8-10 ഫുൾ ടൈമർമാരെ ഇട്ടാൽ പോലും ഈ പൈസ ആവില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മെഷീനറി അവർ സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ ആദ്യത്തെ സർക്കാരാണ് എന്നാണ് പ്രകാശ് മാഷ് പോലും പറയുന്നത്. അപ്പൊ മുമ്പുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരുകളെയോ മുമ്പുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരുകൾ ഒന്നും ദീർഘവീക്ഷണം ഇല്ലാത്ത സർക്കാരുകളായിരുന്നു എന്നാണ്. അപ്പൊ ഇത് കമ്മ്യൂണിസം അല്ല, പിണറായിസം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഇത് അധംപതിച്ചു എന്ന് ഏറ്റവും നന്നായിട്ട് ധാരണയുള്ള ആൾക്കാരാണ് സഖാക്കൾ തന്നെയാണ്. താഴെത്തട്ടിലുള്ള സാധാരണ സഖാക്കൾ തന്നെയാണ്. അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരെ ഉൾപ്പെടെ ഈ മേൽത്തട്ടിലെ സഖാക്കൾ പറ്റിക്കുകയാണ് എന്നുള്ള അവർക്ക് ഉൾപ്പെടെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിന് പകരം ഒരു സർക്കാർ ചെലവിൽ ഒരു മിഷനറി രൂപീകരിക്കുക എന്ന് പറയുന്നതാണ് ഈ പറയുന്ന നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്, വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നതാണ് കേരളത്തിന്റെ ദീർഘവീക്ഷണം അത് ഇത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ലോക കേരള സഭ ആദ്യത്തെ 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ലോക കേരള സഭ പിന്നീട് അങ്ങ് നിന്നുപോയി. അത് നിന്നു പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അതൊരു പരാജയമായതുകൊണ്ടായിരിക്കും. ഇതിലും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഈ ലോക കേരള സഭ ഇവിടെ ഉണ്ടാക്കിയത്. പല രാജ്യങ്ങളിൽ നിന്നും പല സഖാക്കളെ ആയിട്ടുള്ള ആൾക്കാരെ ഇടത് ചിന്തകരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് മുന്തിയേന ഹോട്ടലുകളിൽ താമസിപ്പിച്ചുകൊണ്ട് ഇവിടെ ലോക കേരള സഭ നടത്തി. എന്തായിരുന്നു അതിന്റെ ഔട്ട്കം, എന്തായിരുന്നു അതിന്റെ ഔട്ട്പുട്ട്? അതുകൊണ്ട് എന്ത് ഉപയോഗമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല. അതുപോലെ തന്നെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമവും. തുടങ്ങുമ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നു. ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എന്താ നമ്മൾ ആരെങ്കിലും ഇതുവരെ കണ്ടോ?
അപ്പോ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവരുടെ കുറച്ച് സംവിധാനങ്ങൾക്ക് കുറച്ച് കാശ് എത്തിക്കേണ്ടുന്നതുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ആഗോള അയ്യപ്പ സംഗമം മുതൽ തുടങ്ങിയതാണ് ഓരോ തരത്തിലുള്ള തട്ടിപ്പുകൾ, ഓരോ പേരുകൾ ഇട്ടിട്ട് ഈ സംഗതിയെ കൊണ്ടുവരിക. എന്നിട്ട് അവസാനം അവരുടെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇത് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അതിനും ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഈ ദൂർത്തും ഈ കൊള്ളയടിയും പൊതുജനം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് അധിക കാലം തുടരുമെന്ന് പ്രകാശം മാഷോ ഗോവിന്ദൻ മാഷോ അല്ല പിണറായി വിജയനോ ധരിക്കേണ്ടുന്നതില്ല. ഈ സർക്കാരിന്റെ ആയുസ് എണ്ണപ്പെട്ടിട്ടുണ്ട്. 2031 നവകേരളത്തെ കുറിച്ചിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ 2031 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇറങ്ങിപ്പോകാൻ സമയത്തും കൂടി ഈ മറ്റേ കഴുക്കോലും കൂടി ഊരിക്കൊണ്ട് പോവുക എന്ന് പറയുന്ന പരിപാടി കാണിച്ചാൽ നവകേരളം സ്വപ്നം കാണാൻ വേണ്ടി 2031 ആ കനൽത്തരിയും കൂടി ശരി, ഞാൻ വരാം ശ്രീ യുവരാജ്.